രാവിലെ തന്നെ ഒരു കേക്ക് ഓർഡർ അടിച്ചിട്ടേ കട്ട പോസ്റ്റ് ഉണ്ടോ ഓൾസോ ഡിലേ. ഞാൻ വന്ന് നോക്കുന്നു ഇവിടെ ബായ് കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. രാവിലെ തന്നെ ഒരു കേക്ക് ഓർഡർ അടിച്ചിട്ടുണ്ടല്ലോ, ഭയങ്കര വള്ളിയായിരുന്നു സംഭവം. ഞാൻ പോകുമ്പോൾ ഓർഡർ റെഡി ആയിട്ട് പോലും ഇല്ല. ഞാൻ പോയിട്ട് നോക്കുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 20 മിനിറ്റോളം വെയിറ്റ് ചെയ്തിട്ടാണ് ആ ഓർഡർ കൈ കിട്ടിയത് തന്നെ. കിട്ടിയിട്ട് കേക്കായതുകൊണ്ട് നമുക്ക് എന്താ പറയുക സ്പീഡ് പോകാനും പറ്റിയില്ല. പതുക്കെ കൊണ്ട് ഡെലിവറി ചെയ്തത് കംപ്ലീറ്റ് ചെയ്ത പാടെ എനിക്ക് അടുത്ത ഓർഡർ അടിച്ചത്. ആ ഓർഡർ അടിച്ചത് ഇവിടെ തിരുവാങ്കുളത്തേക്കായിരുന്നു. ഇപ്പം ഞാൻ അവിടെ നിൽക്കണേ. അപ്പോൾ എന്താ പറയുക ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കസ്റ്റമർ വിളിച്ചു. ഞാൻ വിചാരിച്ചു ലാസ്റ്റ് അടിച്ച ഓർഡറിൻ്റെ കസ്റ്റമർ ആയിരിക്കുന്ന, പക്ഷേ കേക്ക് ഓർഡറിൻ്റെ കസ്റ്റമറാണ് വിളിച്ചത്. സംഭവം വിളിച്ച പാടെ പുള്ളിക്കാരി എൻ്റെ പൊന്നേട്ടാ നിങ്ങൾ എന്താ എഴുതി വെച്ചിരിക്കണേ, അർച്ചനാനെ എഴുതാൻ പാടില്ലേ, സ്പെല്ലിംഗ് എന്താ ഇങ്ങനെ എഴുതി വെച്ചിരിക്കണേ, എന്താ പറയുക എവിടെ നോക്കിയിട്ട് എഴുതണേ, കൃത്യമായിട്ട് നോട്ടിൽ കൊടുത്താണല്ലോ, മറ്റോടത്തെ വർത്താനായിരുന്നു. എനിക്ക് ആ ഓർഡർ ഡിലേ ആയാലും തന്നെ ഞാൻ പൊളിഞ്ഞിരിക്കുകയായിരുന്നു. പാവം ചേച്ചി രാവിലെ എണീറ്റ് എൻ്റെ വായിലുള്ളതൊക്കെ കേട്ട്. ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാർ? ഇവരുടെ വിചാരം എന്താ വെച്ചാൽ കേക്ക് ഓർഡർ ചെയ്ത പാടെ നമ്മളെന്തോ ഉണ്ടാക്കി എടുത്തുകൊണ്ട് വരാമെന്നാണ് അവരുടെ വിചാരം. ആ ബായ് എന്തോ എഴുതിയിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കാന്ന് തോന്നണേ. ആ പെണ്ണുമ്പോഴാണെങ്കിലും എന്നെ വിളിച്ച് പോണേ. ഞാൻ നല്ല കണക്കിന് അങ്ങോട്ട് പറഞ്ഞു. പാവണ്ണൊരു അവസാനം ഒരു സോറിയൊക്കെ പറഞ്ഞിട്ട് പോയി. രാവിലെ എനിക്ക് വെള്ളിയാണല്ലോ, ഇതിപ്പോൾ തിരുവാങ്കുളത്തേക്ക് വന്നാൽ ഇപ്പോൾ റിട്ടേൺ ഓർഡറും ഇല്ല. റിട്ടേൺ ഏണിങ്സ് കിട്ടുമെന്ന് വിചാരിക്കണം. കാലടിച്ച് ഇനി അവിടെ നിന്നും എന്താ പറയുക ഇവിടെ നിന്ന് സോണിക്ക് പോകണം. എന്തായാലും പോട്ടെ, ബൈ. രാവിലെ തന്നെ ഒരു കേക്ക് ഓർഡർ അടിച്ചിട്ടേ കട്ട പോസ്റ്റ് ഉണ്ടോ ഓൾസോ ഡിലേ. ഞാൻ വന്ന് നോക്കണം ഇവിടെ ബായ് കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം.